ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും ആ പ്രൊഡക്റ്റ് കാരണം തന്നെ പൂട്ടിപ്പോകേണ്ടി വന്ന ഒരു കമ്പനിയുടെ കഥ കേട്ടാലോ? വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ്. 1946 ഏൾ ടപ്പർ വെയർ എന്ന പേരിൽ വണ്ടർ ബൗൾ എന്നൊരു പാത്രവുമായി അമേരിക്കൻ മാർക്കറ്റിൽ വരുന്നു. ഫ്രിഡ്ജൊന്നും അത്ര പോപ്പുലർ അല്ലാതിരുന്ന കാലത്ത് ഭക്ഷണം സൂക്ഷിച്ചു വെക്കുക എന്നത് എല്ലാവർക്കും ഒരു ചലഞ്ചായിരുന്നു. ആ പ്രശ്നം സോൾവ് ചെയ്യാനായിരുന്നു അയാൾ എയർ ടൈറ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ഭാരം കുറഞ്ഞ ആ പാത്രം നിർമ്മിച്ചത്. പെട്രോളിയം വേസ്റ്റ് ആയ പോളിയെത്തിലിൻ വെച്ച് നിർമ്മിച്ചത് കൊണ്ട് തന്നെ സെറാമിക് പാത്രങ്ങളെ അപേക്ഷിച്ച് താഴെ വീണാൽ പൊട്ടാത്തതും ഡ്യൂറബിളുമായിരുന്നു ആ പാത്രങ്ങൾ. പക്ഷേ ആദ്യമൊന്നും അയാളുടെ ആ പാത്രം ആരും ശ്രദ്ധിച്ചില്ല. കാരണം സൂപ്പർ മാർക്കറ്റുകൾ കൂടെ വിൽക്കാനാണ് ആദ്യം അയാൾ ശ്രമിച്ചിരുന്നത്. അങ്ങനെ വണ്ടർ ബൗൾ ഏറെക്കുറെ ഒരു പരാജയമായി നിൽക്കുന്ന സമയത്ത് ബ്രൗണി വൈസ് എന്നൊരു വീട്ടമ്മ സെയിൽസ് ജോലിക്കായി വരികയും അക്കാലത്ത് പ്രമുഖമായി നിന്നിരുന്ന ഹൗസ് പാർട്ടികൾ വഴി വീട്ടമ്മമാർക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്ത് ഡയറക്റ്റ് സെല്ലിംഗ് വഴി വണ്ടർ ബൗൾ വിൽപ്പന നടത്താൻ സഹായിച്ചു. വണ്ടർ ബൗൾ പെട്ടെന്ന് തന്നെ അമേരിക്കയിലെ വീട്ടമ്മമാരുടെ ഇടയിൽ ഫേമസ് ആയി. എല്ലാവരും ആ പാത്രങ്ങൾ വാങ്ങാൻ തുടങ്ങി. കമ്പനി കോടികൾ ലാഭം കൊയ്തു. 1996 മാത്രം അവരുടെ റവന്യൂ $1.37 ബില്യൺ ആയിരുന്നു. 2008 $2.16 ബില്യൺ നേടിയ അതേ കമ്പനി കഴിഞ്ഞ സെപ്റ്റംബർ 2024 ബാങ്ക്രപ്സി ഫയൽ ചെയ്തു. ആളുകൾ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല. അതിനാൽ തന്നെ സെയിൽസ് കുറഞ്ഞു. അവസാനം മൊത്തത്തിൽ അടച്ചു പൂട്ടേണ്ട അവസ്ഥ. അതിനുള്ള കാരണം എന്താണെന്നില്ലേ? 2000 ഒക്കെ ആയപ്പോൾ ഉണ്ടായ സാമൂഹിക മാറ്റങ്ങൾ. സ്ത്രീകൾ ഹൗസ് വൈഫ് എന്ന കോൺസെപ്റ്റ് ഒക്കെ മാറ്റി എല്ലാവരും ഉയർന്ന ജോലികളിലൊക്കെ പ്രവേശിക്കാൻ ആരംഭിച്ചു. പഴയപോലെ ഹൗസ് പാർട്ടികളിൽ വണ്ടർ ബൗൾ വിൽക്കാൻ പറ്റാതെയായി. പോരാത്തതിന് ഒരിക്കൽ അവരുടെ പ്രൊഡക്റ്റ് മേടിച്ചവർ പിന്നീട് അവരുടെ പ്രൊഡക്റ്റ് മേടിക്കാതെയായി. അത് അവരുടെ പാത്രങ്ങൾ മോശമായതുകൊണ്ടല്ല കേട്ടോ, അത് അത്രയും ക്വാളിറ്റി ഉള്ളതും ഡ്യൂറബിൾ ആയതുകൊണ്ടുമാണ്. ഒന്ന് മേടിച്ച് അത് ചീത്തയായെങ്കിൽ അടുത്ത് മേടിച്ചാൽ പോരെ. പിന്നെ കടുത്ത കോമ്പറ്റീഷനും ഒരുപാട് ചീപ്പ് പ്ലാസ്റ്റിക് മാനുഫാക്ചറേഴ്സ് മാർക്കറ്റിൽ വന്നതോടെ മാർക്കറ്റ് സാച്ചുറേറ്റഡുമായി. ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് തന്നെ കമ്പനി അടച്ചു പൂട്ടേണ്ട അവസ്ഥ. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ പെർഫെക്റ്റ് ആയി നിർമ്മിക്കാതെ എന്തെങ്കിലും ഒരു കുറവോട് കൂടിയൊക്കെ നിർമ്മിക്കുന്നത്. ടപ്പർ വെയറിന്റെ ഈ കഥ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. വീണ്ടും മറ്റൊരു കഥയുമായി കാണും വരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്.